നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അഥവാ JRF കുറിച്ചാണ് സംസാരിക്കുന്നത്. JRF സെൻട്രൽ ഗവൺമെൻറ് അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകി വരുന്ന ഒരു ഫെലോഷിപ്പാണ്. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് എക്സാം കേട്ടിട്ടില്ലേ? ഈ നെറ്റ് എക്സാമിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന 1% ആൾക്കാർക്കാണ് ഈ JRF അഥവാ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുന്നത്. പിന്നെ നെറ്റ് എക്സാമിന് പ്രായപരിധി ബാധകമല്ലെങ്കിലും ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രായം 30 വയസ്സിൽ താഴെ ആയിരിക്കണം. ചില കാറ്റഗറിക്ക് ഇതൊരു എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി. കൂടാതെ JRF കിട്ടിക്കഴിഞ്ഞ് അടുത്ത 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി UGC അംഗീകരിക്കുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഫെലോഷിപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കിനി ഒരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അഥവാ JRF കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിന് അഥവാ ഒരു റിസർച്ച് സ്കോളറിന് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിന് ഒരു കാര്യം പറയാം. ഈ JRF ഫെലോഷിപ്പ് ടോട്ടൽ 5 കൊല്ലത്തേക്കാണ് കിട്ടുന്നത്. ഈ 5 കൊല്ലത്തിൽ ആദ്യത്തെ കൊല്ലം JRFും അഥവാ ജൂനിയർ റിസർച്ച് ഫെലോ എന്നും, പിന്നീടുള്ള 3 വർഷം 3, 4, 5 വർഷങ്ങളിൽ നമ്മൾ SRF അഥവാ സീനിയർ റിസർച്ച് ഫെലോ അങ്ങനെയാണ് 2 തരത്തിലാണ് ഇത് കിട്ടുന്നത്. ഇതിൽ ഫെലോഷിപ്പിൻ്റെ എമൗണ്ടിലും കണ്ടിജൻസിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 വർഷം കിട്ടുന്ന JRFനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ 2 വർഷം നമ്മൾ JRF ആണ്. അപ്പോൾ നമുക്ക് 37,000 പെർ മന്ത്, അതായത് ഒരു മാസം 37,000 വെച്ച് കിട്ടും. കൂടാതെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഏത് സിറ്റിയിലെ ഏത് തരത്തിലുള്ള സിറ്റിയിലാണുള്ളത് അതിന് അക്കോർഡിംഗ് നമുക്കൊരു HR അഥവാ ഹോം റെൻ്റ് അലവൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റികളെയും 3 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ X, Y, Z ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. X എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പ് പ്രയോറിറ്റി ഉള്ള നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്നൊക്കെ പറയില്ല, മുംബൈ, ചെന്നൈ, ഇതൊക്കെയാണ് Xൽ വരുന്നത്. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സിറ്റി, പക്ഷേ വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റി ഒന്നുമല്ല, നമ്മുടെ കൊച്ചി, കോഴിക്കോടൊക്കെ പോലുള്ള. Z എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും പെടാത്ത ബാക്കി എല്ലാ സിറ്റിയും Z-ലാണ് വരിക. പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി എല്ലാം Z-ലേ വരുള്ളൂ. നമ്മുടെ കേരളത്തിൽ നിലവിൽ X കാറ്റഗറിയിലെ സിറ്റി ഒന്നും തന്നെയില്ല. Y കോഴിക്കോട്, എറണാകുളം, പിന്നെ തിരുവനന്തപുരം, ഇങ്ങനത്തെ കുറച്ച് സിറ്റികളുണ്ട്. ബാക്കി ഏറെക്കുറെ എല്ലാത്തും Z അഥവാ 10% HR ആണ് കിട്ടുന്നത്. ഈ HR കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹോസ്റ്റൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പുറത്തൊരു വീട് എടുക്കേണ്ടി വരും. ആ വീടിൻ്റെ നമ്മളൊരു വാടക റെസീറ്റ് അഥവാ നമ്മൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു വാടക എഗ്രിമെൻ്റ് ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ HR കിട്ടുള്ളൂ. ഇത് നമുക്ക് അഡീഷണലി കിട്ടുന്നതാണ്. ഈ 37,000 പുറമെ ഈ 37,000 നമ്മുടെ സിറ്റി ഏതാണോ അതിൻ്റെ എത്ര ശതമാനം കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ Z-ലാണെങ്കിൽ 10%. അപ്പോൾ 37,000 10%, അതായത് 3,700 രൂപ നമുക്ക് വീട്ട് വാടക ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ അഡീഷണലി. കൂടാതെ കണ്ടിൻജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഠന ചിലവുകളിലെ പ്രിൻറ്റിങ്, ബുക്ക് മേടിക്കുന്നത്, പിന്നെ നോട്ട് ബുക്ക്, പെന്ന്, പഠന സംബന്ധമായിട്ട് എല്ലാ സ്റ്റേഷനറി മേടിക്കുന്നതിന് റീഇംബേഴ്സ്മെൻ്റ് എന്ന രീതിയിലാണ് ഈ സാധനം, ഈ കണ്ടിൻജൻസി കിട്ടുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഒരു പ്രത്യേക ഫോമിൽ ഇതിനൊക്കെ ബില്ല് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ 3 മാസത്തിലൊരിക്കൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ക്വാർട്ടർലി എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ടോട്ടൽ ഒരു വർഷം 10,000 രൂപയാണ് ലഭിക്കുന്നത്. 2,500 3 മാസത്തിലേക്ക് 2,500, അങ്ങനെ 4 ട്രൈമസ്റ്ററാണുള്ളത്. അങ്ങനെ മൊത്തം 10,000 രൂപയാണ് ഒരു JRF ഫെലോന് ഒരു വർഷം കിട്ടുന്നത്. അപ്പം ഇനി SRFിലേക്ക്, അതായത് നമ്മൾ ആദ്യത്തെ 2 വർഷം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ JRF ടു SRF, അതായത് നമുക്ക് SRF ആവാൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ വ്യത്യാസം ഉണ്ടാകും, ചില ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാകും. സാധാരണഗതിയിൽ നിങ്ങളൊരു ചാപ്റ്റർ വെച്ചു ഒരു പബ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് JRF ടു SRF, അതായത് നിങ്ങൾ സീനിയർ റിസർച്ച് ഫെലോ ആകാൻ നിങ്ങൾ യോഗ്യനാണ്. അപ്പോൾ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് SRF ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് 2 വർഷം കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് SRFിലേക്ക് എൻ്റെ അപ്ഗ്രഡേഷൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ HOD ഒരു പാനൽ രൂപീകരിക്കും. ആ പാനലിൽ ഒരാൾ നിങ്ങളുടെ സൂപ്പർവൈസർ ആയിരിക്കും. 3 അംഗ പാനലാണ് വേണ്ടത്. ഇതിൽ ഒരാൾ നിങ്ങളുടെ സൂപ്പർവൈസറാണ്, 2ാമത്തെ ആൾ നിങ്ങളുടെ HOD ആണ്, 3ാമത്തെ ആൾ എക്സ്റ്റേണലാണ്. എക്സ്റ്റേണലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. ഈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി, അവിടുത്തെ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്, നിങ്ങളിപ്പോൾ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുസാറ്റിലെ ഒരു എക്സ്റ്റേണലിനെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ
പക്ഷേ ഇവിടെ HODയും സൂപ്പർവൈസർ ഒരാളാണെങ്കിൽ പകരം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറൊരു സാറിനെ ഒരു അധ്യാപകനെ ഇന്റേണൽ എന്ന രീതിയിൽ ഇവിടെ വെക്കേണ്ടി വരും. കാരണം ഇതൊരു 3 മെമ്പർ പാനലാണെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ്. ഇനി നമ്മൾ JRF2 നമ്മുടെ SRF ആയി. ഇതിലൊരു ഈ SRFിൻ്റെ ഒരു വൈവ ഉണ്ടാവും. ഈ 3 അംഗ പാനൽ വന്നിട്ട് നിങ്ങളുടെ വൈവ എടുക്കും. ചിലപ്പോൾ പ്രസൻറ്റേഷൻ ഉണ്ടാവും. ഒരു 1/2 മണിക്കൂറോളം നിങ്ങൾക്ക് എന്താണ് ഈ 2 വർഷം ചെയ്തത് അതിന് അക്കോർഡിംഗിലാണ് നിങ്ങളെ SRFിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ പ്രൊമോഷൻ നടന്നതിന് ശേഷം നിങ്ങൾ SRF ആയി. പിന്നീട് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഫെലോഷിപ്പ് എമൗണ്ട് നോക്കാം. ഫെലോഷിപ്പ് എമൗണ്ട് 42,000 രൂപയായിട്ട് മാറും. അതായത് 37,000 നിന്ന് 5,000 രൂപ വർദ്ധിച്ച് 42,000 പെർ മന്ത് എന്ന രീതിയിലേക്ക് ഫെലോഷിപ്പ് എമൗണ്ട് മാറുന്നതാണ്. അപ്പം ഇത് ശതമാനത്തിലായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഫെലോഷിപ്പ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ HRയിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അവിടെ 3,700 ആണ് നമ്മൾ 10% വെച്ച് കൂട്ടുമ്പോൾ കിട്ടിയത്. ഇവിടെ 4,200 രൂപയാണ് നമുക്ക് അഡീഷണലി കിട്ടാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ കണ്ടിജൻസി, നമ്മുടെ ബുക്ക്, പെന്ന്, പേപ്പർ ഇതുപോലുള്ള സ്റ്റേഷനറി ഐറ്റംസിനുള്ള റീഇംബേഴ്സ്മെൻറ്റ് ടോട്ടൽ 20,500 രൂപയാവും. ഇത് സയൻസിൽ വ്യത്യാസമുണ്ട്. ഇത് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് UGC നൽകി വരുന്ന JRFിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. CSIR JRFിന് എമൗണ്ട് വ്യത്യാസമുണ്ട്. അത് 25,000 ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇതിനെ 4ആയിട്ട് ബാധിക്കുമ്പോൾ നമുക്ക് 3 മാസത്തേക്ക് 5,125. ഇത് 3 മാസത്തേക്ക് തന്നെയാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. അത് നമുക്ക് നമ്മുടെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫെലോഷിപ്പ് അവൈൽ ചെയ്യുന്ന സമയത്ത് ഇതിന് SFMB എന്നാണ് പറയുക. SFMB പോർട്ടൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന്. ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് 1, ഏപ്രിൽ, മെയ്, ജൂണിലേക്ക് 1, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലേക്ക് 1, ഒക്ടോബർ, നവംബർ, ഡിസംബറിലേക്ക് 1. ഇങ്ങനെ 4 തരത്തിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കേണ്ടത്. ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ആപ്ലിക്കേഷൻ്റെ വ്യത്യാസം ഉണ്ടാവും. ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ കണ്ടിജൻസി എമൗണ്ട് എത്രയാണോ ഒന്നുകിൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉള്ള ബില്ല് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്ത് സ്റ്റേഷനിൽ മേടിച്ചാലും ഈ JRF ഉള്ളവർ ബില്ല് സൂക്ഷിച്ച് വെക്കുക. ആ ബില്ല് അറ്റാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലെയിമിങ് ചെയ്യേണ്ടത്. ഇങ്ങനെ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു തെളിവെന്ന രീതിയിൽ നമുക്ക് ആ ബില്ലും ബില്ലിൻ്റെ പുറകിൽ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് നിങ്ങളുടെ സൂപ്പർവൈസർ സിഗ്നേച്ചർ ചെയ്ത് നിങ്ങൾ നിശ്ചിത മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഫെലോഷിപ്പ് സെല്ല് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇത്രയാണ് SRFും JRFും. അതായത് നമുക്കൊരു പഠിക്കുമ്പോൾ തന്നെ ഒരു ശമ്പളം എന്ന രീതിയിൽ കിട്ടുന്ന ഈ ഒരു JRF അഥവാ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.